അടുത്ത ടോപ്പിക്കാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അനോമലസ് എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു ബിഹേവിയർ വാട്ടർ കാണിക്കുന്നു. മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് ഒരു അനോമലസ് ബിഹേവിയർ, അസാധാരണമായ ഒരു ബിഹേവിയർ വാട്ടർ കാണിക്കുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ ഇതിലൊക്കെ പഠിച്ചു, തെർമൽ എക്സ്പാൻഷൻ പഠിച്ചപ്പോഴൊക്കെ പഠിച്ചു, ഏതൊരു വസ്തുവിനെ നമ്മളൊന്ന് ചൂടാക്കുകയാണെങ്കിൽ, ഏതൊരു വസ്തുവിനെ നമ്മളൊന്ന് ടെമ്പറേച്ചർ കൊടുത്ത് ചൂടാക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു? എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വികസിക്കുമെന്ന് പറയുന്നു. എക്സ്പാൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വോളിയം കൂടുമെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ തണുപ്പിക്കുമ്പോഴോ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിലോ എക്സ്പാൻഷന് പകരം കോൺട്രാക്ഷൻ നടക്കും, ചുരുങ്ങും അല്ലേ. ചുരുങ്ങും എന്ന് പറയുമ്പോൾ നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് കുറയും. ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ട് വന്നത്. ഇനി നമുക്ക് ഈ കേസ്, ഈ വാട്ടറിൻ്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ചൂടാക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ വാട്ടർ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും അല്ലേ. വാട്ടർ എക്സ്പാൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ എന്താണ്? വോളിയം കൂടും. എന്നാൽ എല്ലായ്പ്പോഴും ഈ വാട്ടറിനെ ചൂടാക്കിയാൽ വോളിയം കൂടില്ല. അതാണ് ഈ വാട്ടറിൻ്റെ ഒരു അസാധാരണമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വാട്ടറിനെ ചൂടാക്കുകയാണെങ്കിൽ അവിടെ എക്സ്പാൻഷൻ നടക്കില്ല, അതുപോലെ വോളിയം എല്ലായ്പ്പോഴും കൂടണമെന്നില്ല. പക്ഷേ ബാക്കി എല്ലാ വസ്തുക്കളിലും എന്താണ്? എപ്പോൾ ചൂടാക്കിയാലും അവിടെ വോളിയം കൂടും. എന്നാൽ വാട്ടറിലും എക്സ്പാൻഷനും വോളിയം കൂടുന്ന കേസും ഉണ്ട്, എന്നാൽ എല്ലായ്പ്പോഴും വോളിയം കൂടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത്തരം ഒരു അസാധാരണ സ്വഭാവമാണ് വാട്ടർ കാണിക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് ഇവിടെ ഇപ്പം കുറച്ച് ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറാണ്. 0 ഡിഗ്രി മുതൽ കൂടി വരുന്ന രീതിയിൽ ടെമ്പറേച്ചർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ആദ്യം 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ വെള്ളം കൊണ്ടുവച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു അല്ലേ. ടെമ്പറേച്ചർ കൊടുത്ത് ചൂടാക്കുന്നു. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതെന്ത് ചെയ്യും? ഈ ഉള്ള അളവിനേക്കാളും കുറച്ചുകൂടി ചുരുങ്ങും, കോൺട്രാക്ട് ചെയ്യും. അതായത് ഇവിടെ വോളിയം എന്ന് പറയുന്നത് എന്ത് ചെയ്തു? കുറഞ്ഞു. 2 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വീണ്ടും ഇവിടെ എന്താണ് ചെയ്യുന്നത്? കോൺട്രാക്ഷനാണ് നടക്കുന്നത്, വോളിയം കുറയും. വീണ്ടും 3 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും വോളിയം കുറയുന്നു. 4 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും വളരെ അധികം വോളിയം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചൂടാക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? വോളിയം കുറയുകയാണ് ചെയ്തത്. കാരണം എക്സ്പാൻഷൻ അല്ല നടന്നത്, അവിടെ എന്താണ് നടന്നത്? കോൺട്രാക്ഷനാണ് നടന്നത്. ബാക്കി എല്ലാ വസ്തുക്കളിലും എങ്ങനെയാണ്? ചൂടാക്കുമ്പോൾ അവിടെ എക്സ്പാൻഷൻ നടക്കും അല്ലേ. പക്ഷേ ഇവിടെ 4 ഡിഗ്രി വരെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്തു? വോളിയം കുറയുകയാണ് ചെയ്തത്, അതായത് കോൺട്രാക്ഷനാണ് നടന്നത്. എന്നാൽ ഈ 4 ഡിഗ്രിക്ക് ശേഷം നമ്മൾ വീണ്ടും ചൂടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ വസ്തുക്കളെയും പോലെ എന്ത് ചെയ്യും? വാട്ടറിൻ്റെ വോളിയം കൂടി വരും. അതായത് എക്സ്പാൻഷൻ അവിടെ നടന്നു തുടങ്ങും. വീണ്ടും നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? എക്സ്പാൻഷൻ നടക്കും, അതായത് വോളിയം കൂടും. വീണ്ടും നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? വോളിയം കൂടി വരും. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്? എക്സ്പാൻഷനാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ വാട്ടറിൻ്റെ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുമ്പോൾ അവിടെ കോൺട്രാക്ഷനാണ് നടക്കുന്നത്. 4 ഡിഗ്രിക്ക് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? എക്സ്പാൻഷൻ നടക്കുന്നത്. അപ്പോൾ 0 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് കുറയുന്നുണ്ട്? വോളിയം കുറയുന്നുണ്ട്. 4 ഡിഗ്രിക്ക് ശേഷമോ വോളിയം കൂടുന്നു, അല്ലെങ്കിൽ എക്സ്പാൻഷൻ എല്ലാ വസ്തുക്കളെ പോലെ എക്സ്പാൻഷൻ നടക്കുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും മിനിമം വോളിയം എവിടെയാണ് കാണിക്കുന്നത്? ഏത് ടെമ്പറേച്ചറിലാണ് കാണിക്കുന്നത്? ഇവിടെ വോളിയം കുറഞ്ഞ് ഏത് ടെമ്പറേച്ചറിലാണ് ഏറ്റവും മിനിമം വോളിയം കാണിച്ചത്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും മിനിമം വോളിയം കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് ഇതിനെ 7 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഒരു വെള്ളം കൊണ്ട് വെച്ചിട്ട് അതിനെ തണുപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. നമുക്കറിയാം എല്ലാ വസ്തുക്കളും തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ തണുപ്പിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വോളിയം കുറയുന്നു. വീണ്ടും നമ്മൾ തണുപ്പിക്കുമ്പോൾ വീണ്ടും വോളിയം കുറയുന്നു. വീണ്ടും നമ്മൾ 5 ഡിഗ്രി സെൽഷ്യസിൽ വീണ്ടും നമ്മൾ തണുപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും അവിടെ വോളിയം കുറയുന്നു. വീണ്ടും 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴും ഇവിടെ വോളിയം കുറയുന്നു. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷം തണുപ്പിക്കുമ്പോൾ, അതായത് 3 ഡിഗ്രി തൊട്ട് എന്ത് ചെയ്യും? വോളിയം എന്ത് ചെയ്യും? എക്സ്പാൻഡാണ് ചെയ്യുന്നത്. ഓക്കെ, വോളിയം കൂടി വരും. ഇനി അങ്ങോട്ടെല്ലാം വോളിയം കൂടി വന്ന് 0 ഡിഗ്രി സെൽഷ്യസിൽ എന്ന് പറയുമ്പോൾ വോളിയം ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് സംഭവിച്ചത്? ഏറ്റവും മിനിമം വോളിയം എന്ന് പറയുന്നത് എവിടെയാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂടാക്കിയപ്പോഴും തണുപ്പിച്ച കേസ് എടുത്തപ്പോഴും ഏറ്റവും കുറവ് വോളിയം കാണിച്ചത് ഏത് ടെമ്പറേച്ചറിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇതാണ് വാട്ടറിൻ്റെ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ഏതൊരു വസ്തുവും നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. പക്ഷേ വാട്ടർ ആണെങ്കിലോ 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ കോൺട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. എക്സ്പാൻഡ് അല്ല ചെയ്യുന്നത്, കോൺട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. അതിന് ശേഷം മുതലാണ്, 4 ഡിഗ്രിക്ക് ശേഷം മുതലാണ് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, വെള്ളത്തിന് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്തു? വോളിയം കുറഞ്ഞു.
അതായത് 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും മിനിമം വോളിയം കാണിച്ചത്. അപ്പോൾ ഇനി ഡെൻസിറ്റി ഈ 4 ഡിഗ്രി സെൽഷ്യസിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഡെൻസിറ്റിയുടെ ഫോർമുല അറിയാം. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം വോളിയം കുറയുമ്പോഴാണ് ഡെൻസിറ്റി കൂടുന്നത്. അപ്പോൾ മിനിമം വോളിയം എന്ന് പറയുമ്പോൾ അവിടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലേ. അപ്പോൾ മിനിമം വോളിയം കാണിക്കുന്ന 4 ഡിഗ്രി സെൽഷ്യസിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഈ 4 ഡിഗ്രി സെൽഷ്യസിൽ മിനിമം വാട്ടർ മിനിമം വോളിയം കാണിക്കും, അതുപോലെ മാക്സിമം ഡെൻസിറ്റിയും കാണിക്കും. ഓക്കെ, ഇനി നമുക്കെല്ലാം അറിയാം എന്താണ്, ഈ ഒരു ബീക്കറിൽ നമ്മളൊരു വെള്ളം എടുത്തിട്ട് അതിൻ്റെ മീതെ നമ്മൾ ഐസ് ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ഐസ് പൊങ്ങിക്കിടക്കും അല്ലേ. അപ്പോൾ ഐസ് പൊങ്ങിക്കിടക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും ഐസിന് എന്ത് കുറവാണെന്ന് മനസ്സിലാവും. ഡെൻസിറ്റി കുറവാണ്, ഡെൻസിറ്റി മിനിമം ആണെന്ന് നമുക്കറിയാം, ഡെൻസിറ്റി കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ എന്താണ്, വോളിയം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലേ. ഐസിലെ വോളിയം കൂടുതലും ആയിരിക്കും, ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കുറവും ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് ഈ വെള്ളത്തിന് പുറത്ത് ഐസ് പൊങ്ങിക്കിടക്കാനുള്ള കാരണം. അപ്പോൾ ചില ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ശൈത്യകാലത്ത് മഞ്ഞുപാളികളെല്ലാം പൊങ്ങിക്കിടക്കുന്നത് കാണാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഈ ഒരു വാട്ടറിനുള്ള ഈ ഒരു അനോമലസ് ബിഹേവിയർ കാരണമാണ് എന്ത് പറ്റുന്നത്? ഐസിന് വോളിയം കൂടുതലും ഡെൻസിറ്റി മിനിമവും കാരണം എന്ത് പറ്റുന്നത്? മുകളിലത്തെ പാളിയിലുള്ള വെള്ളം മഞ്ഞുപാളിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് ഉണ്ട്? തൊട്ട് താഴത്തെ ജലജീവികൾക്ക് എന്താണ് ഈ ഒരു ശൈത്യത്തിൻ്റെ പ്രശ്നം കാരണം മരിച്ചു പോകാതെയൊക്കെ അത് ഒരു സംരക്ഷണം നൽകുന്നുണ്ടല്ലേ. അപ്പോൾ അത് ഈ ഒരു അനോമലസ്, ഈ വാട്ടറിൻ്റെ അനോമലസ് ബിഹേവിയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ അഡ്വാൻറ്റേജ് മാത്രമല്ല ഡിസഡ്വാൻറ്റേജും ഉണ്ട് അല്ലേ. ഇപ്പോൾ ശൈത്യകാലത്ത് ഈ പൈപ്പുകളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ പറ്റിയിരിക്കുകയാണെങ്കിൽ അത് ശൈത്യകാലത്ത് എന്താവും? ഐസാവും. ഐസാകുമ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം വോളിയം കൂടും. വോളിയം കൂടുന്നതനുസരിച്ച് പൈപ്പിന് ഡാമേജ് ഉണ്ടാകും, പൈപ്പ് പൊട്ടിപ്പോകാനൊക്കെ കാരണമാവും. അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടറിൽ പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഏത് ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസിൽ അവിടെ മിനിമം വോളിയം ആയിരിക്കും, മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും. ഇനി നമുക്കൊരു ഗ്രാഫും കൂടെ ഒന്ന് വരച്ചു നോക്കാം. ആദ്യം നമുക്ക് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാം. പിന്നെ നമുക്ക് ഈ ഡെൻസിറ്റി റോയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ വോളിയത്തിൻ്റെ കേസിൽ നമുക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് ഏറ്റവും മിനിമം വോളിയം ആണ് അല്ലേ. അതായത് 0 തൊട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് പറ്റും? വോളിയം കുറഞ്ഞ് വരും അല്ലേ. വോളിയം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതെ ഇവിടെ 0 തൊട്ട് 4 ഡിഗ്രി സെൽഷ്യസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 0 തൊട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇങ്ങനെ കുറഞ്ഞു വരും. കുറഞ്ഞ് വന്നിട്ട് 4 ഡിഗ്രി സെൽഷ്യസ് കഴിയുമ്പോഴോ വോളിയം കൂടും അല്ലേ. അപ്പോൾ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇവിടുന്ന് 0 നിന്ന് 4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞ് വന്നിട്ട് 4 ഡിഗ്രി സെൽഷ്യസ് കഴിയുമ്പോൾ തൊട്ട് എന്ത് ചെയ്യും? കൂടി പോകുന്നത് പോലെ ആയിരിക്കും ഗ്രാഫിൻ്റെ നേച്ചർ. ഇനി നമുക്ക് ഡെൻസിറ്റിയുടെയും ടെമ്പറേച്ചറിൻ്റെയും ഗ്രാഫ് നോക്കാം. ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിൽ എങ്ങനെയാണ്? മാക്സിമം ആണല്ലേ. ഡെൻസിറ്റി എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസിൽ മാക്സിമം ഡെൻസിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ഡെൻസിറ്റി ആയതുകൊണ്ട് നമുക്കത് 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടി മാക്സിമം ഡെൻസിറ്റി കാണിച്ചു. അതിനുശേഷം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. അപ്പോൾ റോയുടെയും ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫിൽ ഡെൻസിറ്റി എന്ത് ചെയ്യും? 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടി പോകുന്ന രീതിയിലായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറഞ്ഞ് പോകും. നമ്മൾ അടുത്ത ടോപ്പിക്ക് തന്നെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക അല്ലേ. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവസ്ഥ ചേഞ്ച് ചെയ്യുക. നമുക്ക് 3 ടൈപ്പ് സ്റ്റേറ്റ് അറിയാം. സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ട്രാൻസിഷൻ നടക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ സോളിഡിൽ നിന്ന് ലിക്വിഡോട്ട് ചേഞ്ച് ചെയ്യാം, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യാം, സോളിഡിൽ നിന്നും ഗ്യാസിലോട്ട് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ചേഞ്ച് നടക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഓരോ അവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മളൊരു പേരുണ്ട്. അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലോട്ടാണ് ട്രാൻസിഷൻ നടക്കുന്നതെങ്കിൽ സോളിഡിൽ നിന്നും ലിക്വിഡിലോട്ട്. ഫോർ എക്സാമ്പിൾ സോളിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐസ് ആലോചിക്കാം. എക്സാമ്പിളായിട്ട് ഐസിൽ നിന്നും ലിക്വിഡ് എന്ന് പറയുമ്പോൾ വാട്ടർ. അപ്പോൾ ഐസ് വാട്ടർ ആകുക. അപ്പോൾ എന്ത് ചെയ്യും? ഐസ് ഉരുകി വാട്ടർ ആവുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ്. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലോട്ടാണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? മെൽറ്റിംഗ് എന്ന് വിളിക്കും. ഇനി ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാസ് ആവുകയാണെങ്കിൽ, ലിക്വിഡ് എന്ന് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് വാട്ടർ ആലോചിക്കാം, ഗ്യാസ് എന്ന് പറയുമ്പോൾ വേപ്പർ ആലോചിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് വെള്ളം ബാഷ്പീകരിച്ച് വേപ്പറായി പോവുക അല്ലേ, വേപ്പറൈസ് ചെയ്ത് പോവുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിന്, ആ ഒരു ട്രാൻസിഷനെ വിളിക്കുന്ന പേരാണ് വേപ്പറൈസേഷൻ. ഇനി ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലോട്ടാകുന്നു. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലോട്ടാണ് മാറ്റമെങ്കിൽ, ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് വാട്ടർ ആലോചിക്കാം, സോളിഡ് എന്ന് പറയുമ്പോൾ ഐസ് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂഷൻ. ഓക്കെ, ഇനി സോളിഡിൽ നിന്നും ഗ്യാസ് സ്റ്റേറ്റിലോട്ടാണ് മാറുന്നതെങ്കിൽ, ഉദാഹരണം നമുക്ക്
കർപ്പൂരം എന്തായിട്ട് മാറുന്നു? വേപ്പറായിട്ട് മാറുന്നു അല്ലേ? തുറന്നു വയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വേപ്പറൈസ് ചെയ്ത് പോകുന്നു. അപ്പോൾ അത് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാസ് സ്റ്റേറ്റിലോട്ടാണ് മാറുന്നത്. അപ്പോൾ അത്തരം ട്രാൻസിഷനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. അപ്പോൾ ഇത്രയും ട്രാൻസിഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് സോളിഡിൽ നിന്നും ലിക്വിഡിലോട്ട് ആകുകയാണെങ്കിൽ അത്തരം ട്രാൻസിഷൻ്റെ പേരാണ് മെൽറ്റിംഗ്. ലിക്വിഡിൽ നിന്നും ഗ്യാസിലോട്ടാണെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് പറയും. ലിക്വിഡിൽ നിന്നും സോളിഡിലോട്ടാണെങ്കിൽ ഫ്യൂഷൻ എന്ന് പറയും. സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ സബ്ലിമേഷൻ എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം, റീജിലേഷൻ. അതെന്താണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഒരു ഐസ് ബ്ലോക്ക് എടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫിഗറിൽ കാണാൻ പറ്റും, ഒരു ഐസ് ബ്ലോക്ക് ഉണ്ട്. അതിനകത്ത് ഒരു മെറ്റൽ വയറിൽ വെയിറ്റ് തൂക്കിയിട്ടിരിക്കുന്നത് അല്ലേ, ഒരു ഐസ് ക്യൂബ് ഉണ്ട്. അതിൽ നമ്മളൊരു മെറ്റൽ വയർ ഉപയോഗിച്ച് അതിൻ്റെ മീതെയായിട്ട് രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5 kg വെച്ച് തൂക്കിയിടുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു പ്രഷർ വരുന്നുണ്ടല്ലേ, ആ ഒരു ഐസിന് ഒരു പ്രഷർ വരുന്നുണ്ട്. ഇങ്ങനെ പ്രഷർ കൂടുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഐസ് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും അല്ലേ. ഐസ് മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബാലൻസ് ഉള്ള ഭാഗം എന്ത് ചെയ്യും, വീണ്ടും റീഫ്രീസ് ചെയ്യും. ഒന്നും കൂടി വീണ്ടും റീഫ്രീസ് ചെയ്ത് വരും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീജലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വെയിറ്റ് കൂട്ടി ഇട്ടിരുന്ന കാരണം അവിടെ എന്ത് കൂടി, ഐസിൻ്റെ മേലെ പ്രഷർ കൂടിയല്ലേ. പ്രഷർ കൂടിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞു. മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞത് ഫലമായിട്ട് എന്ത് ചെയ്തു, ഐസ് എന്ത് ചെയ്തു, മെൽറ്റ് ചെയ്തു. ഐസ് എന്ത് ചെയ്തു, ഉരുകിയല്ലേ. ഐസ് മെൽറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്തു, റീഫ്രീസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീജലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വെയിറ്റ് നമ്മൾ ഐസ് ബ്ലോക്കിൻ്റെ പുറത്ത് തൂക്കിയിട്ടു. പ്രഷർ കൂടുമ്പോൾ അവിടെ മെൽറ്റിംഗ് പോയിന്റ് കുറയുന്നു, ഐസ് മെൽറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, റീഫ്രീസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീജലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ഓരോ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ സോളിഡിൽ നിന്ന് ലിക്വിഡിൽ നിന്ന് ഗ്യാസ്, അങ്ങനെ നമുക്ക് സ്റ്റേറ്റ് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ട ഹീറ്റ്, അപ്പോൾ ഒരു സ്റ്റേറ്റ് മറ്റൊന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ട ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹീറ്റ് നീഡഡ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കാൻ വേണ്ട ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഹീറ്റ് പെർ യൂണിറ്റ് മാസ് എന്ന് പറയാം. ഹീറ്റ് പെർ യൂണിറ്റ് മാസ്, ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കാൻ വേണ്ട ഹീറ്റ് പെർ യൂണിറ്റ് മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമുക്ക് ഹീറ്റിനെ നമ്മൾ Q എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം, മാസിനെ M എന്നും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, Q ഡിവൈഡഡ് ബൈ M. ലേറ്റൻറ്റ് ഹീറ്റിനെ നമ്മൾ L എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയാണ്, ഹീറ്റ് പെർ യൂണിറ്റ് മാസ് ആണ്. ഹീറ്റിനെ നമ്മൾ Q എന്ന് ഡിനോട്ട് ചെയ്യുന്നു, മാസിനെ M എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ M ആണ്. ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ M. ഇനി ഇതിൻ്റെ യൂണിറ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തായാലും ഹീറ്റിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, ജൂൾ ആണെന്ന്. ജൂൾ പെർ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണല്ലേ. അപ്പോൾ നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കിലോഗ്രാം ആണ്. ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇനി ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ലേറ്റൻറ്റ് ഹീറ്റ് നമുക്ക് പറയാം. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും. ഒന്നുമില്ല, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്, നമുക്ക് വേപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഏത് സ്റ്റേറ്റിലോട്ട് പോകുന്നതാണ് വേപ്പറൈസേഷൻ, ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുന്നതാണ് വേപ്പറൈസേഷൻ. അപ്പോൾ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകാൻ വേണ്ട ഹീറ്റ്, അതിനെയാണ് നമ്മൾ ഹീറ്റ് പെർ യൂണിറ്റ് മാസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്താണെന്നുള്ളത് നോക്കാം. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ലിക്വിഡിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നതിനാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകാൻ ആവശ്യമായ ഹീറ്റ് പെർ യൂണിറ്റ് മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കാൻ ആവശ്യമായ ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് പെർ യൂണിറ്റ് മാസ്, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ലേറ്റൻറ്റ് ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, Q ഡിവൈഡഡ് ബൈ M.